മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പോലെ കാത്തുപോറ്റു നിന്നെ കാരുണ്യപൂര കടലേ കരളലിയുഗ ദിനമനു കാരുണ്യപൂര കടലേ കരളലിയുഗ ദിനമനു കാരുണ്യപൂര കടലേ. ഇന്ന് മലാക്കി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 2 കാര്യങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ഉപദേശത്താൽ ഇടറുമാറാക്കി. 2, നശിപ്പിച്ചിരിക്കുന്നു. 1, പലരെയും ഇടറുമാറാക്കി. 2, നശിപ്പിച്ചിരിക്കുന്നു. ഞാനതിങ്ങനെ പറയുകയാണ്, പലരെയും ഇടറുമാറാക്കുകയും പലരെയും നശിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ദൈവം ഇസ്രായേലിനോട് അഥവാ വിശേഷാൽ പുരോഹിതന്മാരോട് പറയുന്ന വാക്കുകളാണ് ഇത്. അവരോട് പറയുകയാണ്, നിങ്ങൾ പലരെയും ഇടറുമാറാക്കി, നിങ്ങൾ പലരെയും നശിപ്പിച്ചിരിക്കുന്നു. എന്താ ഇടറുക എന്ന് പറഞ്ഞാൽ, എന്താ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന ഒരു വഴി, ആ വഴിയിൽ നിന്ന് തെന്നിമാറിപ്പോവുക, വിട്ടുമാറിപ്പോവുക, ആ മാർഗം വിട്ട് ആ വഴി വിട്ട് മറ്റൊന്നിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റ് പലതിലേക്കും പോവുക, അതാണ് വഴി വിട്ടുമാറി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനൊരു വഴി വെച്ചിട്ടുണ്ട്. ദൈവം ഇസ്രായേലിനൊരു പാത കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ആ വഴി വിട്ട് എന്ന് എപ്പോൾ അവർ മാറുന്നുവോ അവിടെ അവർക്ക് ഇടർച്ച സംഭവിക്കുക. ഇടർച്ച എന്ന് പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്ന ആ വഴി വിട്ടുമാറുമ്പോൾ ദൈവമില്ലാത്തൊരു വഴിയിലേക്കാണ് അവർ മാറുന്നത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അപ്പം ദൈവം അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴി വിട്ട് മാറിക്കഴിഞ്ഞാൽ മാറിപ്പോയ വഴിയിൽ ദൈവമില്ല. ദൈവമുള്ള വഴിയാണ് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ദൈവമില്ലാത്ത വഴിയിലേക്ക് ജനം ഇന്ന് മാറി സഞ്ചരിക്കുന്നു. അപ്പം ഈ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് അവർ ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ തിരിച്ചറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, ആ വഴിയിൽ ദൈവമില്ല എന്ന്. നമുക്കറിയാം, മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ദൈവം നടത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവസാന്നിധ്യം അവരെ ദൈവം അറിയിച്ചുകൊണ്ടേയിരുന്നു. അനേക ആളുകൾ ചിന്തിക്കുന്നത് പകലിലെ വെയിലിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ മരുഭൂമിയിൽ ദൈവം അവർക്ക് മേഘസ്തംഭമായി നിന്നു. രാത്രിയിൽ ശക്തമായിട്ടുള്ള തണുപ്പിൽ നിന്നും ഒപ്പം അവരുടെ യാത്രയ്ക്ക് ആവശ്യമായി വെളിച്ചമായിട്ടും ദൈവം
അഗ്നിത്തൂണായി നിന്നു എന്ന് മാത്രമാണ് ധാരാളം ആളുകൾ അല്ലെങ്കിൽ അനേക ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും പലരും ചെയ്യുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. അതൊരു ഒരു വശത്ത് നിന്ന് ചിന്തിച്ചാൽ അത് ശരി തന്നെയാണ്, തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കാണാത്തൊരു ദേശത്തേക്ക് ഇതുവരെയും സഞ്ചരിക്കാത്തൊരു പാതയിൽ അവർ വിശ്വാസത്തിൻ്റെ ചൂടുകൾ വെച്ച് മുമ്പോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ്, എവിടേക്കാണ് പോകുന്നത്, ആ ദേശത്തെക്കുറിച്ച് അവർക്കൊരു പരിചയമില്ല. അവർ പോയി ശീലമില്ല, കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പാതകൾ വെച്ച് അവർ ഓരോ ചുവടും മുമ്പോട്ട് വെച്ച് യാത്ര ചെയ്യുകയാണ്. കേവലം യുവാക്കന്മാർ മാത്രമല്ല, യുവതികൾ മാത്രമല്ല, അവിടെ പ്രായമുള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അവരുടെ സകല മൃഗസമ്പത്തുമുണ്ട്. എല്ലാവിധ സാധനങ്ങളോടും കൂടിയുള്ളൊരു പ്രയാണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ അവർക്ക് വളരെ ക്ലേശമുണ്ട്. എങ്കിൽ പോലും അവർ വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ യാത്രയിൽ അവർക്ക് അടിപതറാതിരിക്കാൻ വേണ്ടി ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം അവരെ അറിയിക്കുകയാണ് ഈ കാര്യങ്ങളിലൂടെ ദൈവം ചെയ്യുന്നത്. അല്ലയോ ഇസ്രായേലേ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ദൈവം മാറി നിൽക്കുന്നവനായിട്ടല്ല. നാം പുറപ്പാട് പുസ്തകത്തിൽ അവർ ചെങ്കടലിൻ്റെ അവിടെ എത്തുമ്പോൾ മുൻപിൽ ചെങ്കടലും പിമ്പിൽ ഫറവോനും സൈന്യവുമാണ്. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോനും സൈന്യവും. പക്ഷേ ദൈവം അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ഫറവോനും സൈന്യത്തിനും ഇസ്രായേലിനും അടുക്കാൻ കഴിയാത്തവണ്ണം ഒരു ക്രമീകരണം ദൈവം അവിടെ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ മുമ്പിലും പിമ്പിലും ദൈവം കാവലായിട്ട് നിൽക്കുകയാണ്. മോശയോട് പറയുന്നു, കടലിനെ വിഭാഗിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുവിൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരോട് കൂടെയുണ്ട്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് ഉണങ്ങിയ ഭൂമിയിലൂടെ അവർ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, ഒരു ഇടർച്ചയും കൂടാതെ യാത്ര ചെയ്യുവാൻ, അവരുടെ രഥങ്ങൾക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ മൃഗത്തിന് ഒന്നിനും ഒരു കേടുപാട് പോലും വരാതെ അവർ അക്കരെ കടക്കുവാൻ ദൈവം ഒരു ക്രമീകരണം ചെയ്യുന്നു. എന്നാൽ അതേ കടലിൽ തന്നെ ഈ ശത്രുവിനെ ദൈവം മുക്കിക്കൊല്ലുകയാണ്. നോക്കണം. അപ്പോൾ ദൈവം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള സാന്നിധ്യം അവരെ അറിയിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ മലാഖിയിലേക്ക് വരുമ്പോൾ ഇവിടെ വായിക്കുന്നത് പുരോഹിതന്മാർ അവരോട് പറയാം, നിങ്ങൾ എന്തു ചെയ്തു? ഉപദേശത്താൽ ഇടറുമാറാക്കി എന്ന്. ഇപ്പം ഇടറിയത് അല്ലെങ്കിൽ ഇടർച്ച വരുത്തിയത്, ജനം ഈ വഴി വിട്ടു മാറിയത് എന്താ? അതിനൊരു കാരണം പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ ജനത്തെ ശരിയായ രീതിയിൽ പഠിപ്പിക്കേണ്ടതിന് പകരം പഠിപ്പിക്കാതെയും, അവരുടെ മുമ്പിൽ ശരിയായി ജീവിക്കേണ്ടതിന് പകരം ജീവിക്കാതെയും, അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ചതു മുഖാന്തരം അവരെ കണ്ട ജനം അവരിൽ നിന്ന് പഠിച്ചത് ദൈവത്തിൻ്റെ വഴിയല്ല ഇന്ന്, പിന്നെയോ ദൈവമില്ലാത്ത ഒരു വഴിയാണ്. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ദൈവം പറയുകയാണ്, ദൈവം ഇസ്രായേലിന് ഞാൻ നിങ്ങൾക്ക് മുന്നും പിന്നുമായിട്ടുണ്ട്, രാത്രിയിലും പകലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ വെളിച്ചം കണ്ട്, എന്നെ കണ്ട്, എൻ്റെ പിന്നാലെ ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ മുമ്പോട്ട് ധൈര്യം യാത്ര ചെയ്യുവിൻ. ഇസ്രായേൽ ധൈര്യത്തോടെ യാത്ര ചെയ്തു. വഴിയിൽ ഇടർച്ചയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം അവരെ കനാൻ ദേശത്തെത്തിച്ചു. എത്ര സന്തോഷമായിട്ടാണ് കഴിയുന്നത്. അതിൻ്റെ നന്മ എത്ര വലുതാ. കനാനിൽ എത്തിയപ്പോഴാണ് ആ നന്മ ജനത്തിന് ബോധ്യമായത്. വഴിയിൽ വെച്ച ഇടയ്ക്ക് പലരും ഇടർച്ചകൾ ഉണ്ടാക്കി ആരും അവിടെ പ്രവേശിച്ചില്ല. നോക്കണം പ്രിയരെ, ഇവിടെ ഈ പുരോഹിതന്മാർ ഇടർച്ചയുണ്ടായി. അവരെന്താ
ജനത്തെ ഇടറുമാറാക്കി എന്ന് പറഞ്ഞാൽ ജനത്തെ ചിന്നിയവരും ചിതറിയവരുമാക്കി. വഴി വിട്ട്, ദൈവത്തിൻ്റെ വഴി വിട്ട് അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള വഴിയിലേക്ക് അവരെ തള്ളിവിട്ടു. അതിൻ്റെ കാരണം പുരോഹിതന്മാരാണ്. ശരിയായ പഠിപ്പീരില്ലാതെ പോയി. ഇനി രണ്ടാമതൊരു കാര്യം അവിടെ പറയുന്നത്, ലേവിയുടെ നിയമം നശിപ്പിച്ചു എന്നാണ്. നിയമം നശിപ്പിച്ചു അവർ. രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഒന്ന്, അവർ വഴിവിട്ടുമാറാൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്. രണ്ട്, നിയമം നശിപ്പിച്ച് കളഞ്ഞവരാണ്. നാശം ചെയ്തു. നാശം അങ്ങനെയാണ് ഒറ്റ വാക്കി പറഞ്ഞാൽ. നശിപ്പിച്ച് കളഞ്ഞു. എന്താ? ലേവിയുടെ നിയമം. പൗരോഹിത്യപരമായിട്ടുള്ള ദൈവം അവർക്ക് കൊടുത്ത നിയമത്തെ ഇവർ മാറ്റി മറിച്ച് കളഞ്ഞു എന്ന് മാത്രമല്ല, അതിനെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. നോക്കണേ, ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന കാര്യം ഇത്. നമ്മൾ ആരെങ്കിലും ജീവിതത്തിന് വഴിയിൽ അവർക്ക് ഇടർച്ചയായിട്ടാണോ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ പ്രമാണത്തെ നമ്മൾ നശിപ്പിക്കുന്നവരാണോ? ഇത് ലേവിയോട് ദൈവം പറയുമ്പോൾ ഇന്നത്തെ പുരോഹിതന്മാരായിട്ടുള്ള നമ്മളോടും ദൈവം ഇത് തന്നെ പറയുക. നീ മുഖാന്തരം ആരെങ്കിലും ഇടറിപ്പോകുന്നുണ്ടോ? നീ മുഖാന്തരം, നിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷിക്കേട് മുഖാന്തരം, ശരിയല്ലാത്ത ജീവിതം മുഖാന്തരം ആരെങ്കിലും ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം, അതിൻ്റെ കണക്ക് ദൈവസന്നിധിയിൽ പറയേണ്ടി വരും. നിയമത്തെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ദൈവസന്നിധിയിൽ പറയേണ്ടി വരും. ഭയത്തോടുകൂടി ഈ വാക്കുകൾ നാം ശ്രദ്ധിക്കണം, നാം മനസ്സിലാക്കണം. ദൈവം പറയുന്നു, നീ പലരെയും വഴിവിട്ടുമാറുവാനിടയാക്കി, നീ നിയമത്തെ നശിപ്പിച്ചിരിക്കുന്നു. ദൈവം കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. എൻ്റെ കർത്താവേ, ഞാൻ മുഖാന്തരം ആരും നശിച്ചു പോകാനിടവരല്ലേ? ഞാൻ മുഖാന്തരം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന നിയമത്തിന്, വ്യവസ്ഥയ്ക്ക്, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്ക് ഞാൻ മുഖാന്തരം ഒരു ദോഷവും വരാൻ ഇടവരില്ലേ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാം. നാം അനേകർക്ക് മാതൃകയായി, വചനപ്രകാരം ജീവിക്കുന്നവരായി, സാക്ഷ്യമുള്ളവരായി, വിശുദ്ധരായി, കൃപയുള്ളവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിക്കാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നു നാം മഹത്വപ്പെടട്ടെ. ജീവപറുദീസിനാനന്ദക്കുയിലേ, ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ, ജീവപറുദീസിനാനന്ദക്കുയിലേ, ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ, ജീവവൃക്ഷക്കൊമ്പിൽ നീതിരുന്ന് ജീവമൊഴി മധുരമായി പാടുക ദിനവും. കാരുണ്യപൂര കടലേ, കരളലിയുക ദിനമനു. കാരുണ്യപൂര കരളലിയുക ദിനമനു.